السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. يقول المصنف رحمه الله: وتيامن أي تقديم يمين على يسار في اليدين والرجلين ولنحو أقطع في جميع أعضاء وضوئه، وذلك لأنه صلى الله عليه وسلم كان يحب التيمن في تطهره وشأنه كله، أي مما هو من باب التكريم كاكتحال ولبس نحو قميص ونعل وتقديم ظفر وحلق نحو رأس وأخذ وإعطاء وسواك وتخليل. അതായത് നാം ഇപ്പോൾ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത്, അതല്ലെങ്കിൽ മുസന്നിഫ് റഹിമഹുല്ല അവിടുത്തെ കിതാബിൽ നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് വുളൂഇന്റെ സുന്നത്തുകളെ കുറിച്ചാണ്. അതിൽപ്പെട്ട ഏതാനും സുന്നത്തുകൾ നാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളവകളെ കുറിച്ചാണ് ചർച്ച ചെയ്യാനുള്ളത്. മുസന്നിഫ് റഹിമഹുല്ല പറയുന്നു: വതയാമുനുൻ ഐ തഖ്ദീമു യമീനിൻ അലാ യസാരിൻ ഫിൽ യദൈനി വർരിജ്ലൈൻ. കൈകാലുകളിൽ ഇടത്തേതിനേക്കാളും വലത്തേതിനെ മുന്തിക്കൽ സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു. അതായത് രണ്ട് കൈ, ഒന്ന് വലത്തെ കൈ, രണ്ടാമത്തത് ഇടത്തെ കൈ, അതുപോലെ കാലും, ഇതിൽ നിന്നെല്ലാം വലത്തേതിനെയാണ് മുന്തിക്കപ്പെടേണ്ടത്. അപ്പൊ കൈകാലുകളിൽ വലത്തേതിനെ മുന്തിക്കപ്പെടേണ്ടതുണ്ട്. ആര്? അതായത് വുളൂ ചെയ്യൽ, നാം സാധാരണഗതിയിൽ വുളൂ ചെയ്യുമ്പോൾ ആ വുളൂഇന് വേണ്ടിയുള്ള വെള്ളം എടുക്കലും അതുപോലെ കഴുകലും ഒക്കെ ഈ രണ്ട് കൈ കൊണ്ടാണ് നാം പ്രവർത്തിക്കാറുള്ളത്. ആരും കാലുകൊണ്ട് വുളൂ എടുക്കാറില്ലല്ലോ, കൈ കൊണ്ടാണല്ലോ ചെയ്യാറുള്ളത്. സാധാരണത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോ അങ്ങനെ വുളൂ ചെയ്യുന്ന സമയത്ത് അവന്റെ ഇരു കൈകൾക്കും യാതൊരു പ്രശ്നവും ഇല്ല. രണ്ട് കൈയിനും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ പരിക്കുകളോ മുറിവുകളോ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ രണ്ട് കൈകളും ഉപയോഗിച്ചുകൊണ്ട് വുളൂഇന്റെ അവയവങ്ങൾ അവനിക്ക് കഴുകാൻ സാധിക്കും. ഇതേ രൂപത്തിൽ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യണം? രണ്ട് കൈയിലും കാലിലും അവൻ വലത്തേതിനെ മുന്തിക്കണം. വലിനഹ്വി അഖ്തഅ, അതല്ല, ഇനി അവന്റെ രണ്ട് കൈകളിൽ നിന്നും ഏതെങ്കിലും ഒരു കൈ ഛേദിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവൻ ജന്മന അങ്ങനെ ഒരു കൈ ഇല്ലാതെ, അതല്ലെങ്കിൽ ഒരു കൈ കുഴഞ്ഞുകൊണ്ട് ആ കൈ കൊണ്ട് വുളൂ ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം, ഒരു കൈ കൊണ്ട് മാത്രമേ അവനിക്ക് വുളൂ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതാണ് നഹ്വ് എന്ന് പറഞ്ഞത്. അഖ്തഅ മാത്രമല്ല, വലി നഹ്വി അഖ്തഅ. അഖ്തഅ പോലോത്തവർ ഒന്നിരിക്കൽ ഇരു കൈകളിൽ നിന്നും ഒന്ന് ഛേദിക്കപ്പെട്ടു, അതല്ല എങ്കിൽ അവനിക്ക് ജന്മന കൈ ഇല്ല. ഇതേ രൂപത്തിലാണെങ്കിൽ അവൻ വലത്തേതിനെ മുന്തിക്കണം. ഫീ ജമീഇ അഅ്ളാഇ വുളൂഇഹി, അവന്റെ വുളൂഇന്റെ അവയവങ്ങളിൽ നിന്നും മുഴുവത്തിലും. അത് രണ്ടും മനസ്സിലാക്കണം. അതായത് ആദ്യം പറഞ്ഞത് അദ്ദേഹത്തിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അങ്ങനത്തെ ഒരാളാണെങ്കിൽ അദ്ദേഹം വുളൂ ചെയ്യുന്ന അവയവങ്ങളിൽ നിന്നും രണ്ട് കൈയും കാലിലും മാത്രം വലത്തേതിനെ മുന്തിച്ചാൽ മതി. അപ്പൊ ഇടത്തെ കാല് കഴുകുന്നതിന്റെ മുമ്പ് വലത്തെ കാലിനെ കഴുകണം, അത് സുന്നത്താണ്.
ഇനി അതല്ല, വുളൂ ചെയ്യുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മുറിക്കപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ കൈയില്ല, അല്ലെങ്കിൽ ജന്മനാ കൈയില്ല, അങ്ങനത്തെ ആളാകുമ്പോൾ അദ്ദേഹത്തിന്റെ വുളൂഇന്റെ അവയവങ്ങളിൽപ്പെട്ട മുഖം, അതുപോലെ അവന്റെ ചെവി, അതുപോലത്തെ എല്ലാ തല തടവുമ്പോൾ നമ്മൾ മുഴുവനും തടവുമ്പോൾ ഉണ്ടല്ലോ അതിന്റെ വലതുഭാഗം ഇടതുഭാഗം അങ്ങനെ ഉണ്ടല്ലോ ഒരു ഭാഗം. അപ്പൊ ഇവിടെയൊക്കെ എന്താണ്, വലത്തേതിനെ മുന്തിക്കൽ സുന്നത്താക്കപ്പെടും. അപ്പൊ മുഖം കഴുകുമ്പോൾ ആദ്യമായിട്ട് അവൻ മുഖം കഴുകേണ്ടത് അവന്റെ വലത്തു കവിൾ എന്ന് പറഞ്ഞാൽ വലത്തെ കവിൾ, പിന്നീട് ഇടത്തെ കവിൾ, ആദ്യം വലത്തെ ചെവി, പിന്നെ ഇടത്തെ ചെവി. ഇങ്ങനെയാണ്. എന്തുകൊണ്ട്? ഒരു കൈ കൊണ്ട് വുളൂ ചെയ്യുമ്പോ സാധാരണഗതിയിൽ അദ്ദേഹം കയ്യിൽ എടുത്ത് വുളൂവിന്റെ വെള്ളം കയ്യിലെടുത്തുകൊണ്ട് ഇങ്ങനെ ഒഴിക്കുകയായിരിക്കും. കാരണം ഈ രണ്ട് കൈയും ഉള്ള ആളാണ് എങ്കിൽ അദ്ദേഹം ഒറ്റ പ്രാവശ്യം എടുത്തു വാഹിദൻ, ഒറ്റ അടിക്കെന്താണ് രണ്ട് കൈയിലും വെള്ളം കോരിയിട്ട് മുഖം കഴുകുകയാണ്. അതുപോലെ ചെവി തടയുമ്പോൾ രണ്ട് കൈയും വെള്ളം നനച്ചുകൊണ്ട് ഒരേ സമയത്താണ് തടവുന്നത്. പക്ഷെ അതേ രൂപത്തിലുള്ള തടവൽ ആർക്ക് കഴിയുകയില്ല? ഈ ഒരു കൈ മുറിക്കപ്പെട്ട വ്യക്തിക്ക് കഴിയുന്നതല്ല. അതുകൊണ്ടാണ് അവന്റെ വുളൂഇന്റെ എല്ലാ അവയവത്തിലും അവിടെ വലത്തേതിനെ മുന്തിക്കണം എന്ന് പറയാനുള്ള കാരണം. ഇനി മൊത്തത്തിൽ വലത്തേതിനെ മുന്തിക്കാൻ എന്താണ് തെളിവ്? അതാണ് പറയുന്നത്. തെളിവ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വലത്തേതിനെ മുന്തിക്കാനുള്ള കാരണം? വദാലിക, അതായത് അത് ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകർ, കാന യുഹിബ്ബു തയമ്മുന ഫീ തതഹുരിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശുദ്ധിയാക്കുന്ന വിഷയത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് വലത്തേതിനെ മുന്തിക്കലിനെ ഇഷ്ടപ്പെടുമായിരുന്നു. വശഅനിഹി കുല്ലിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹുവിന്റെ ഹബീബ് വലത്തേതിനെ മുന്തിക്കലിനെ ഇഷ്ടപ്പെടുന്നവനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ കാര്യങ്ങളിലും വലത്തേതിനെ മുന്തിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു. ആ എല്ലാ കാര്യം എന്ന് പറഞ്ഞാൽ ഏതാണത്? മിമ്മാ ഹുവ മിൻ ബാബി തക്രീമി, ബഹുമാനിക്കേണ്ട ബാബിൽ പെട്ടതായ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ആ കാര്യം ഒരു ബഹുമാനിക്കേണ്ട ഒരു കാര്യമാണ്. നാം ആ ചെയ്യുന്ന പ്രവർത്തനം ഒരു ബഹുമാനിക്കേണ്ട പ്രവർത്തനമാണ്. അങ്ങനത്തെ കാര്യങ്ങൾ മുഴുവത്തിലും. അതേതുപോലെ കക്തിഹാലിൻ, സുർമ ഇടും പോലെ, വലുബ്സി നഹ്വി ഖമീസിൻ, ഖമീസ് പോലത്തത് ധരിക്കും പോലെ. ഖമീസ് ഉദാഹരണമാണ്. അതുപോലെ ഏത് കാര്യം ധരിക്കുകയാണെങ്കിലും, തുണി ഉടുക്കുകയാണെങ്കിലും. വനഅലിൻ, ചെരുപ്പ് ധരിക്കും പോലെ. അപ്പൊ ചെരുപ്പ് ധരിക്കുകയാണ്, ആ സമയത്തൊക്കെ എന്ത് ചെയ്യണം? വലത്തെ ചെരുപ്പാണ് ആദ്യമായിട്ട് ഇടേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ ഇവിടെ ഖമീസ് ധരിക്കുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഈ കുപ്പായം, ഷർട്ട് ഉണ്ടല്ലോ, കുപ്പായം ഇടുന്ന സമയത്ത് ആദ്യമായിട്ട് എന്ത് ചെയ്യണം? വലത്തെ ബട്ടൺ ഇടത്തെ ബട്ടണിൽ ഇടുന്ന രൂപത്തിലായിരിക്കണം വരേണ്ടത്. എന്ന് പറഞ്ഞാൽ വലത്തേതിനെ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മുന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നാം കുപ്പായത്തിന്റെ കയ്യ്, കുപ്പായം ധരിക്കുമ്പോൾ കുപ്പായത്തിന്റെ കയ്യ് നാം ശരീരത്തിലേക്ക് വെക്കുന്ന സമയത്ത് ആദ്യമായിട്ട് വലത്തെ കൈയാണ് ആദ്യമായിട്ട് കുപ്പായത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ടത്. അതുപോലെ ഏതെല്ലാം വിഷയങ്ങൾ ആ വിഷയത്തിൽ നാം ചെയ്യുന്നുണ്ടോ, വസ്ത്രം ധരിക്കുമ്പോൾ ചെയ്യുന്നുണ്ടോ, ആ വിഷയങ്ങളിലൊക്കെ എന്താണ്? വലത്തേതിനെ മുന്തിക്കൽ സുന്നത്താക്കപ്പെടുന്നു. അതുപോലെ ചെരുപ്പ് ധരിക്കുമ്പോൾ, ഷൂ ധരിക്കുമ്പോൾ നാം എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യമായിട്ട് ചെരുപ്പ് ധരിക്കുമ്പോൾ വലത്തെ ചെരുപ്പാണ് ആദ്യമായിട്ട് ധരിക്കേണ്ടത്. ഇനി ഊരുന്ന സമയമാണെങ്കിലോ അത് ഇടത്തെ കാല് ആദ്യമായിട്ട് ഷൂയിൽ നിന്നും അതല്ലെങ്കിൽ ചെരുപ്പിൽ നിന്നും ഊരുകയാണ്. അതാണ് സുന്നത്ത്. അതുപോലെ തന്നെ നഖം മുറിക്കുകയാണ്. നഖം മുറിക്കുമ്പോൾ ആദ്യം തന്നെ ഇടത്തെ കൈയുമെന്നല്ല തുടങ്ങേണ്ടത്. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, വലത്തെ കൈ കൊണ്ടാണ് തുടങ്ങേണ്ടത്. ആ വലത്തെ കൈയിൽ നിന്ന് തന്നെ വലത്തെ കൈയിന്റെ ചെറുവിരൽ മുതൽക്ക് പിന്നീട് എന്ത് ചെയ്യണം? ഇടത്തെ കൈയിന്റെ ചെറുവിരലിൽ അവസാനിപ്പിക്കുന്ന അതായത് നഖം മുറിക്കുമ്പോ
വലത്തെ കൈയിന്റെ ചൂണ്ടാണി വിരൽ മുതൽക്ക്, ഞാൻ ചെറുവിരൽ മുതൽക്ക് എന്ന് അത് സബഖ് ലിസാനാണ്, അതായത് വലത്തെ കൈയിന്റെ ചൂണ്ടാണി വിരൽ മുതൽക്ക് തുടങ്ങി വലത്തെ കൈയിന്റെ ചെറുവിരലിലേക്ക് പോയി, പിന്നെ തള്ളവിരല്, പിന്നെ ഇടത്തെ കൈയിന്റെ, അങ്ങനെ എന്ന് പറഞ്ഞാൽ വലത്തെ കൈ കൊണ്ടാണ് തുടങ്ങേണ്ടത് എന്നർത്ഥം. നഖം മുറിക്കുമ്പോൾ തല കളയുന്ന സമയത്ത്, തലമുടി നീക്കം ചെയ്യുമ്പോൾ വലത്തെ ഭാഗത്ത് നിന്ന് തുടങ്ങണം. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുകയാണ്, പിടിക്കുകയാണ്, ആ സമയത്തൊക്കെ വലത്തത്. അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുകയാണ്, ആ സമയത്തൊക്കെ എന്ത് ചെയ്യണം? വലത്തെ കൈ കൊണ്ടാണ് അവൻ വാങ്ങേണ്ടതും അതുപോലെ കൊടുക്കേണ്ടതും. അതുപോലെ വസിവാക്കിൻ, മിസ്വാക്ക് ചെയ്യുന്ന സമയത്തും, അത് നമ്മൾ മുമ്പ് പറഞ്ഞില്ലല്ലോ, മിസ്വാക്ക് ചെയ്യുമ്പോൾ വലത്തെ ഭാഗത്ത് നിന്നാണ് തുടങ്ങേണ്ടത്. വതഖ്ലീലിൻ, തഖ്ലീൽ പല്ലിക്കുത്തുന്ന സമയത്ത്, ഈ സമയങ്ങളിലെല്ലാം എന്താണ്? വലത്തേത് കൊണ്ടാണ് മുന്തിക്കേണ്ടത്. വയുക്റഹു തർക്കുഹു, ഈ വലത്തേതിനെ മുന്തിക്കൽ, ഉപേക്ഷിക്കൽ കറാഹത്താക്കപ്പെടുന്നതാണ്. ഇവിടെ ഏതാനും ഉദാഹരണങ്ങളും ഏതാനും കാര്യങ്ങളാണ് മുസന്നിഫ് റഹിമഹുള്ള ഇവിടെ പറഞ്ഞത്. ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം. വെള്ളം കുടിക്കുമ്പോ വലത്തെ കൈ കൊണ്ടാണ് ഗ്ലാസ് പിടിച്ച് കുടിക്കേണ്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ആളുകൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തുകൾ, ആ സുന്നത്തുകൾ ചില ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ആ സുന്നത്തിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമുക്ക് പല ആളുകളിൽ നിന്നും കാണാനും കേൾക്കാനും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഭക്ഷണം കഴിച്ചതിന് ശേഷം ചില ആളുകൾ വെള്ളം കുടിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ കൂടെ വെള്ളം കുടിക്കുന്നത് എന്തല്ല? അതൊന്നും നല്ല കാര്യങ്ങളല്ല, അതൊക്കെ മനുഷ്യന്റെ ശരീരത്തിന് ഹാനികരമാണ്. എന്തായാലും അങ്ങനെ ഒരാൾ കുടിക്കുമ്പോ ഇന്നത്തെ സാഹചര്യത്തിൽ ചില ആളുകളൊക്കെ എന്ത് ചെയ്യാറ്? ഇടത്തെ കൈ കൊണ്ടാണ് വെള്ളം കുടിക്കുക. അതൊക്കെ ഒരു പുതിയ ഒരു ഫാഷനായിട്ട് ഇന്ന് എല്ലാ ആളുകൾക്കും അതൊരു ഭംഗിയായിട്ട് തോന്നുകയാണ്. അത് തോന്നാനുള്ള കാരണം മറ്റൊന്നുമല്ല, കാരണം ശപിക്കപ്പെട്ടതായ ഇബ്ലീസ്, ഈ ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കുന്ന സമയത്ത് അള്ളാഹുവിനോടൊരു കാര്യം പറഞ്ഞു. എന്ത്? സൂറത്ത് അറാഫിൽ കാണാൻ കഴിയും. ഖാല ഫഹ്ബിത് മിൻഹാ ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫിഹാ ഫഖ്റുജ് ഇന്നക മിനസ് സാഗിരീൻ എന്ന് പറഞ്ഞപ്പോ ഖാല അൻദിർനി ഇലാ യൗമി യുബഅസൂൻ, ഖിയാമത്ത് നാൾ വരെ എനിക്ക് ആയസ് നൽകണം. ഖാല ഇന്നക മിനൽ മുൻദരീൻ, അത് നീ പറഞ്ഞ ആ ഡിമാൻഡ് ഞാൻ പാലിച്ചു, അങ്ങനെ നിന്നെ ഖിയാമത്ത് നാൾ വരെ ഇവിടെ അവശേഷിപ്പിക്കും. ഖാല അൻദിർനി ഇലാ യൗമി യുബഅസൂൻ ഖാല ഇന്നക മിനൽ മുൻദരീൻ. അപ്പൊ പറഞ്ഞു, ഇബ്ലീസ് പറഞ്ഞു, ഖാല ഫബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം. എന്നാൽ ആ ആദം കാരണമായിട്ട് എന്നെ നീ വഴികേടിത്തരത്തിലാക്കിയല്ലോ, അതുകൊണ്ട് ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം, എല്ലാ നല്ലതായ മാർഗങ്ങളും ആ മാർഗങ്ങളിലെല്ലാം ഒരു പിന്തിരിപ്പൻ സ്വഭാവമായിട്ട് ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും. ഏത് നല്ല കാര്യങ്ങളുണ്ടോ ആ നല്ല കാര്യങ്ങളിലെല്ലാം ആ മനുഷ്യരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഒരു സ്വഭാവം എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അതിന്റെ ചില ന്യായങ്ങളും ഉണ്ടായിരിക്കും. ثُمَّ لَآتِيَنَّهُم مِّن بَيْنِ أَيْدِيهِمْ وَمِنْ خَلْفِهِمْ وَعَنْ أَيْمَانِهِمْ وَعَنْ شَمَائِلِهِمْ എന്ന് പറഞ്ഞാൽ അവരുടെ താഴ്ഭാഗമല്ലാത്ത എല്ലാ ഭാഗത്തിലൂടെയും, അവരുടെ വലതുഭാഗത്തിലൂടെയും ഇടതുഭാഗത്തിലൂടെയും മുൻഭാഗത്തിലൂടെയും പിൻഭാഗത്തിലൂടെയും എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗങ്ങളിലൂടെയും എന്ത് ചെയ്യും? അവരിലേക്ക് എന്റെ ആ പിന്തിരിപ്പൻ സ്വഭാവം അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. വലാ തജിദു അക്സറഹും ശാകിരീൻ, അവരിൽ നിന്നും അധികരിച്ച ആളുകളെയും അള്ളാഹുവിനോട് പറയാണ്, നിനക്ക് നന്ദി ചെയ്യുന്നവരായിട്ട് നീ എത്തിക്കുന്നതല്ല. കാരണം അള്ളാഹുവിന് നന്ദി ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്?
മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശ്യം സാക്ഷാത്കാരത്തിന് വേണ്ടി അള്ളാഹു നൽകിയ മുഴുവൻ അവയവങ്ങളും അവൻ ചിലവഴിക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് അതുപോലത്തെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നാം ശ്രമിക്കുമ്പോൾ അവിടെയൊക്കെ ഒരു പിന്തിരിപ്പൻ സ്വഭാവമായിട്ട് നമ്മുടെ പല ഭാഗങ്ങളുടെയും പല ചിന്തകളും നമുക്ക് കടന്നു വരുന്നുണ്ട്. അത് പൈശാചികമാണ്. അത് നാം എപ്പോഴും ചിന്തിക്കണം. അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ തന്നെ നാം അതിനെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ അമ്മാറത്തും ബിസ്സു ആകുന്ന ശരീരം എന്ന് പറഞ്ഞാൽ പൈശാചിക ആ മനോഭാവമുള്ള ആ ശരീരവുമായിട്ടുള്ള ഒരു യുദ്ധം അവിടെ നടത്തേണ്ടി വരുന്നു. ഒരു ധർമ്മസമരം തന്നെ നടത്തേണ്ടി വരുന്നു. അങ്ങനെ നടത്തുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിട്ട് വിജയിക്കാൻ കഴിയുക. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത്, അങ്ങനെ ഈ ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കുമ്പോ ആ ക്ലാസ്സിൽ അത് മ്ലേച്ഛമായ, എന്താ ഈ മ്ലേച്ഛം എന്ന് പറയുന്നത്, ഇപ്പം ഭക്ഷണം കഴിച്ച സാധനം തന്നെ, ഭക്ഷണത്തിന്റെ നല്ല ഭക്ഷണം കഴിച്ചത് ഛർദ്ദിച്ചൊന്നല്ല, നല്ല ഭക്ഷണം, ആ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളാകുമ്പോ ഇത് കാണുന്നവർക്ക് വെറുപ്പാകൂല. ഇതാ ന്യായീകരണം. പ്രിയമുള്ള സഹോദരന്മാരെ, അതൊന്നും പാടില്ല. അതന്നെ ചില ആളുകള് ഈ വേസ്റ്റ് ബക്കറ്റിലൊക്കെ എറിയപ്പെടുന്ന എന്ന് പറഞ്ഞാൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ് ആണെങ്കിലും ഇടത്തെ കൈ കൊണ്ടാണ് കുടിക്കുന്ന ഒരു സ്വഭാവം. അത് പൈശാചികമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നാം ഒരിക്കലും ചെയ്യാതെ അതിൽ നിന്ന് പിന്തിരിയുവാനുള്ള ശ്രമം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, നല്ല കാര്യങ്ങൾ, വെള്ളം കുടിക്കുകയാണെങ്കിലും, തിന്നുകയാണെങ്കിലും, വസ്ത്രം ധരിക്കുകയാണെങ്കിലും, ചെരുപ്പ് അണിയുകയാണെങ്കിലും, ഏതേത് കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിലെല്ലാം വലത്തേതിനെ മുന്തിക്കുക എന്ന ഒരു സുന്നത്ത്. അതാണ് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം. ആ സ്നേഹത്തിന് കാരണമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചര്യ, സുന്നത്ത് നാം മുറുകെ പിടിക്കുക എന്നുള്ളത്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയായിരുന്നു. കാന യുഹിബ്ബു തയമ്മുന ഫീ ശഅനിഹി കുല്ലിഹി. അല്ലാഹുവിന്റെ ഹബീബിന്റെ എല്ലാ നല്ല കാര്യങ്ങളിലും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലത്തേതിനെ മുന്തിക്കുമായിരുന്നു. വയുക്റഹു തർക്കുഹു. ഇനി വയുസന്നു തയാസുറു, ഇടത്തേതിനെ മുന്തിക്കൽ സുന്നത്താക്കപ്പെടും. ഫീ ളിദ്ദിഹി, ഇപ്പറഞ്ഞതിന്റെ ളിദ് അതേതാ? വഹുവ മാ കാന മിൻ ബാബിൽ ഇഹാനത്തി. നേരത്തെ നമ്മൾ പറഞ്ഞ തക്രീമിന്റെ ബാബിൽപ്പെട്ട ഒരു ബഹുമാനിക്കപ്പെടേണ്ട വിഷയങ്ങൾ ചെയ്യുമ്പോൾ ഇനി നിന്ദ്യമായി നിസ്സാരമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ അങ്ങനെ സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. അത് മിംബാബിൽ ഇഹാനത്തി വൽ അദ, അതല്ലെങ്കിൽ അത് നമ്മുടെ ശാരീരികമായിട്ട് അത് നിലനിൽക്കൽ, അത് ശരീരത്തിൽ നിൽക്കൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ പുറന്തള്ളപ്പെടുമ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഇടത്തേതിനെയാണ് മുന്തിക്കേണ്ടത്. അതേതുപോലെ കൽ ഇസ്തിൻജാഇ, മലമൂത്ര വിസർജനം ചെയ്താൽ നാം മനോഹരം ചെയ്യും പോലെ, വംതിഖാത്തിൻ, വംതിഖാത്തിൻ മൂക്ക് പിഴിയും പോലെ, വഖൽഇ ലിബാസിൻ വസ്ത്രം അഴിക്കും പോലെ, വനഅലിൻ ചെരുപ്പ് അഴിക്കും പോലെ. അപ്പൊ ചെരുപ്പ്, വസ്ത്രം അതൊക്കെ ധരിക്കുമ്പോൾ വലത്തേതിനെ മുന്തിക്കണം, അഴിക്കുമ്പോൾ ഇടത്തേതിനെയും മുന്തിക്കപ്പെടേണ്ടതുണ്ട്. ഇനി പറയുന്നത് ഇനി വുളൂഇനെ കുറിച്ചുള്ള വിഷയങ്ങളാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? ബഹുമാന സൂചകമായി എന്നാൽ ബഹുമാനിക്കപ്പെടേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വലത്തേതിനെ മുന്തിക്കുക. ഇനി അതല്ല, അത് നിസ്സാരമായിട്ടാണ് ചെയ്യാറുള്ളത്, അതല്ലെങ്കിൽ ശരീരത്തിൽ നിന്നും വല്ല അതയും ഒക്കെ നീക്കുകയാണ്, ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നീക്കുന്ന സമയത്ത് അപ്പോഴൊക്കെ ഇടത്തേതിനെയും മുന്തിക്കപ്പെടേണ്ടതുണ്ട്. അപ്പൊ ഇനി ഇത് രണ്ടും തീരുമാനിക്കപ്പെടാത്ത ചില കാര്യങ്ങളാണെങ്കിലോ അത് മോശപ്പെട്ടതാണെന്നും പറയാൻ പറ്റൂല, നല്ലതാണെന്നും പറയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു കാര്യമാണെങ്കിലോ അവിടെ പണ്ഡിതന്മാര് പറയുന്നു അവിടെയും മുന്തിക്കപ്പെടേണ്ടത് വലത്തേത് തന്നെയാണ് എന്ന്. വയുസന്നുൽ ബിദാഅതു, ഇനി വുളൂ ചെയ്യുമ്പോ തുടങ്ങൽ സുന്നത്താക്കപ്പെടുന്നതാണ് ബിഗസ്രി അഅലാ വജ്ഹിഹി, അവന്റെ മുഖത്തിന്റെ മുകൾ ഭാഗം കഴുകൽ കൊണ്ട്. മുഖം കഴുകുമ്പോൾ അവൻ എവിടുന്നാണ് തുടങ്ങേണ്ടത്? താടി മുതൽക്കല്ല, പിന്നെയോ നെറ്റി മുതൽക്ക്. അതാണല്ലോ മുഖത്തിന്റെ മുകൾ ഭാഗം.
നെറ്റിയിൽ നിന്നും തലയുമായിട്ട് ചേരുന്ന ആ സ്ഥലം മുതൽക്ക് എന്ന് പറഞ്ഞാൽ വെള്ളം രണ്ട് കൈയിലും ഇങ്ങ് എടുത്തിട്ട് അവിടെ വെച്ച് അവിടുന്ന് ഇങ്ങോട്ട് ഒഴുക്കുക താഴോട്ട്. വഅത്റാഫി യദൈഹി വരിജ്ലൈഹി, അവന്റെ രണ്ട് കൈകളുടെ വിരലുകളുടെ തെല്ല് മുതൽക്ക്, വരിജ്ലൈഹി കാലിന്റെ വിരലുകളുടെ തെല്ല് മുതൽക്ക് അവിടുന്നാണ് തുടങ്ങേണ്ടത്. അത് പറയുന്നു വഇൻ സബ്ബ അലൈഹി ഗൈറുഹു, വേറെ ആരെങ്കിലും അവന്റെ മേലിൽ അതിനെ ചൊരിച്ചു കൊടുക്കുകയാണെങ്കിലും ശരി. അപ്പൊ ചൊരിച്ചു കൊടുക്കുക, വേറെ ആള് വെള്ളം വുളൂ ചെയ്യാൻ വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്, അങ്ങനെയാണെങ്കിലും ശരി എവിടുന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്? മുഖമാകുമ്പോൾ മുകൾ ഭാഗം. ഇനി കയ്യോ കാലോ ആണ് എങ്കിൽ കയ്യിന്റെ വിരലുകൾ മുതൽക്ക് ആണ്. എന്നിട്ട് എങ്ങോട്ട്? നേരെ മുട്ടിലേക്ക്. അതുപോലെ കാലാണെങ്കിൽ കാൽ വിരൽ മുതൽക്ക് ഞെരിയാണി, അതാണല്ലോ ഫർള്, അവിടേക്ക് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്കാണ് ഒഴിക്കേണ്ടത് വെള്ളം എന്ന്. വഅഖ്ദുൽ മാഇ ഇലൽ വജ്ഹി ബികഫൈഹി മഅൻ വയുസന്നു, സുന്നത്താക്കപ്പെടും അൽ ബിദാഅത്തു ബിഗസ്ലി അലാ വജ്ഹിഹി, അവന്റെ മുഖത്തിന്റെ മുകൾ ഭാഗം കഴുകൽ കൊണ്ട് തുടങ്ങൽ സുന്നത്താക്കപ്പെടും. വഅഖ്ദുൽ മാഇ ഇലൽ വജ്ഹി, മുഖത്തിലേക്ക് വെള്ളത്തെ എടുക്കൽ, അതും സുന്നത്താക്കപ്പെടും. ബികഫൈഹി, അവന്റെ രണ്ട് മുൻകൈ കൊണ്ട്, മുൻകൈ കൊണ്ടാവണം വെള്ളം. ഇതിനോ മഅൻ ഒപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വെള്ളം എടുക്കുന്നത് പോലെ തന്നെ ഒരു കൈയിലല്ല, രണ്ട് മുൻകൈയും കൂട്ടിപ്പിടിച്ചിട്ട് അതിലേക്ക് വെള്ളം എടുക്കുക, അത് സുന്നത്താണ്. വവദഉ മാ യഗ്തരിഫു മിൻഹു അൻ യമീനിഹി, വവദഉ മാ ഒരു വസ്തുവിനെ വെക്കൽ, എങ്ങനത്തതാണ്? യഗ്തരിഫു മിൻഹു, അതിൽ നിന്നും അവൻ കോരിയെടുക്കും, അതിനെ അൻ യമീനിഹി, അവന്റെ വലഭാഗത്താവണം. ഇപ്പോ ഒരാള് വെള്ളം കോരിക്കൊണ്ട് ഒദു ചെയ്യണം. അപ്പൊ വെള്ളം കോരിയെടുക്കാൻ വേണ്ടി ബക്കറ്റൊക്കെ പോലത്തെ വല്ല വസ്തുക്കളും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വെള്ളം കോരിയെടുക്കുകയാണ് എങ്കിൽ ആ അതിൽ നിന്നും വെള്ളം കോരിയെടുക്കുന്ന ബക്കറ്റ് പോലത്തെ വസ്തുക്കൾ അവന്റെ വലഭാഗത്ത് വെക്കണം. വമാ യുസബ്ബു മിൻഹു, അതിൽ നിന്നും അവൻ ചൊരിക്കും, അങ്ങനത്തെ ഒന്നിനെ വെക്കണം. അൻ യസാരിഹി, അവന്റെ ഇടത് ഭാഗത്തും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ വെള്ളം അതിൽ നിന്നും വെള്ളം കോരിയെടുക്കുന്ന വസ്തുവാണെങ്കിൽ അത് വലത് ഭാഗത്ത്. ഇനി അതല്ല, ഏത് ഇബിരീഖ് പോലോത്ത നമ്മുടെ ജവന എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതല്ലെങ്കിൽ ജഗ് പോലോത്ത വസ്തു എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ഒഴിച്ച് നാം നേരെ മുൻകൈയിലേക്ക് വെള്ളം അതിൽ നിന്നും ഇങ്ങോട്ട് എടുക്കുന്ന രൂപത്തിലാണ് എങ്കിൽ അത് ഇടതുഭാഗത്തും വെക്കുക, അതാണ് സുന്നത്ത്. വവിലാഉൻ, അതുപോലെ തന്നെ അവയവങ്ങൾ കഴുകുന്ന സമയത്ത് തുടരെയായിട്ട് കഴുകലും സുന്നത്താക്കപ്പെടും. ബൈന അഫ്ആലി വുളൂഇ സലീമി, സലീമിന്റെ വുളൂഇന്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ, സലീം എന്ന് പറഞ്ഞാൽ അവൻ എന്താണ്? സെൽസുൽ ബൗലില്ല എന്ന് പറഞ്ഞാൽ അനാരോഗ്യാണ്, യാതൊരു വിധത്തിലുള്ള മൂത്രവാർച്ചയോ അതല്ലെങ്കിൽ ബ്ലീഡിങ് പോലത്തെ രോഗങ്ങളോ അതൊന്നുമില്ലാത്ത ഒരാളാണ് വുളൂ ചെയ്യുന്നത്. അങ്ങനത്തെ ആളുടെ വുളൂ ആണെങ്കിൽ അവന്റെ വുളൂഇന്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ എന്ത് ചെയ്യണം? ബിലാ, തുടരെ പെട്ടെന്ന് ചെയ്യണം. അതെങ്ങനെ? ബിഅയ്യശ്റഅ, അവൻ ആരംഭിക്കൽ കൊണ്ട് ഫീ തത്ഹീരി കുല്ലി ഉദ്വിൻ, എല്ലാ അവയവത്തിനെയും ശുദ്ധീകരിക്കുന്നതിൽ ഖബ്ല ജഫാഫി മാ ഖബ്ലഹു, ആ അവയവത്തിന്റെ മുമ്പുള്ള ഒന്ന് ഉണങ്ങുന്നതിന്റെ മുമ്പ്. അപ്പോ ഒരു അവയവം കഴുകി, ഉദാഹരണം പറഞ്ഞാൽ വലത്തെ കൈ കഴുകിയാൽ, ആ വലത്തെ കൈ കഴുകിയാൽ അത് ഉണങ്ങുന്നതിന്റെ മുമ്പായിട്ട് ഇടത്തെ കൈ കഴുകണം. അങ്ങനെ ഇടത്തെ കൈ കഴുകിയാൽ പിന്നെ അവൻ അടുത്ത അവയവം, ആ അവയവം ഈ ഇടത്തെ കാല് ഉണങ്ങുന്നതിന്റെ മുമ്പായിട്ട് എത്രയും പെട്ടെന്ന്, അതിനാണ് വിലാ എന്ന് പറയുക. ഒരു അവയവം ഉണങ്ങുന്നതിന്റെ മുമ്പ് അടുത്ത അവയവത്തിൽ പ്രവേശിക്കണം. ഇത് അവയവത്തിന് മാത്രല്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇത് പല രൂപങ്ങളിലും ഈ വിലാവ് വരുന്നുണ്ട്. അതായത് ഇപ്പൊ 3 പ്രാവശ്യം കഴുകുക എന്നുള്ളത് സുന്നത്താണ്. ആ സമയത്തും അവിടെ വിലാവ് വേണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പ്രാവശ്യം കഴുകിയതിന് ശേഷം
രണ്ടാമത്തെ പ്രാവശ്യം കഴുകിയതിൽ വിലാ തുടരെയായി എന്ന് പറയണമെങ്കിൽ ഒന്നാമത്തെ പ്രാവശ്യം കഴുകിയ വെള്ളം ഉണങ്ങാതിരിക്കണം. ഇനി ഇത് വേറൊരു രൂപത്തിനും വരും. ഒരേ അവയവം ഒന്നാം പ്രാവശ്യം കഴുകുമ്പോൾ തന്നെ, ഇപ്പൊ വലത്തെ കൈ കഴുകുമ്പോൾ വലത്തെ കൈയിന്റെ പല ഭാഗങ്ങളുണ്ടല്ലോ. വലത്തെ കൈയിന്റെ ഉള്ളൻ കൈ, അതുപോലെ തണ്ടൻ കൈ, അതുപോലെ തോള്, അത് സുന്നത്താണല്ലോ. അപ്പോ ഈ ഓരോ ജുസ്കളും ഇതിന്റെ ഓരോ ഭാഗങ്ങളും ഒരു ഭാഗം കഴുകി, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒരാള് ആദ്യമായിട്ട് ഉള്ളം കൈ കഴുകി, അതൊക്കെ ഉണങ്ങിയിട്ട് പിന്നെ തണ്ടൻ കൈ കഴുകിയാൽ അവിടെ എന്തു പറയില്ല? അവൻ അവിടെ വിലാ ഉണ്ടായി എന്ന് പറയില്ല. വുളൂ സ്വഹിയാകും, പക്ഷേ വിലാ എന്ന വലിയ സുന്നത്ത് അത് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഓരോ അവയവങ്ങളും, അതല്ലെങ്കിൽ ഒരേ അവയവം തന്നെ അതിന്റെ പല ഭാഗങ്ങളും അത് ഉണങ്ങുന്നതിന്റെ മുമ്പായിട്ട് പെട്ടെന്ന് കഴുകൽ, അതിനാണ് വിലാ. തുടരെ കഴുകുക, അത് സുന്നത്താക്കപ്പെട്ട ഒരു കാര്യമാണ്. വദാലികലിൽ ഇത്തിബാഇ, ഇതും അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഇത്തിബാ ഉണ്ടായതിനു വേണ്ടി. ഇദ വഖുറൂജൻ മിൻ ഖിലാഫി മൻ ഔജബഹു, അതിനെ നിർബന്ധമാക്കിയ മാലികി ഇമാമിനെ പോലത്തെ ആളുകളുണ്ട്. ഇതന്നെയാണ് ഖദീമായ അഭിപ്രായം. അപ്പൊ അവരുടെ നിർബന്ധത്തിൽ നിന്നും ആ ഖിലാഫ്, നിർബന്ധാണെന്നുള്ള ഖിലാഫ്, ആ ഖിലാഫിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടിയും എന്ന് പറഞ്ഞാൽ അപ്പം എന്ത് ചെയ്യും? വാജിബാണെന്ന് മാലിക് ഇമാമിന്റെ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യുക. നമ്മൾ ചെയ്യുന്നത് സുന്നത്തായിട്ടാണെങ്കിലും ആ പ്രവർത്തനം രണ്ട് വിഭാഗത്തിന്റെ അടുക്കലും വന്നല്ലോ. അപ്പൊ ഒരു പരിധി വരക്ക് എന്ത് ചെയ്യും? ആ ഖിലാഫിൽ നിന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു പോകുമല്ലോ. അപ്പൊ ആ നിലക്കും വയജിബു, എന്നാൽ ഈ വിലാ നിർബന്ധമാകും. ലിസരിസിൻ, മൂത്രവാർച്ച ഉള്ളവനിക്ക് നിർബന്ധാണ് വിലാ. അതാണ് നേരത്തെ പറഞ്ഞതേ, ബൈന അഫ്ആലി വുദൂഇ സരീം എന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ അത് സെരിസ് അല്ലാത്ത ആൾക്കാണ്. ഇനിയോ മൂത്രവാർച്ച അതുപോലത്തെ രോഗങ്ങൾ ഉള്ള ആളുകൾക്ക്, എന്നാൽ നിത്യാശുദ്ധി ഉള്ളവർക്ക്, അവർക്ക് ഈ വിലാ നിർബന്ധമാണ്. ഇനി അടുത്ത സുന്നത്ത് വതഅഹുദു അഖ്ബിൻ വമൂഖിൻ, മടമ്പുകാല്, അതുപോലെ തന്നെ അവന്റെ മൂക്ക്, പീളക്കുഴി, ഇതിനെയൊക്കെ ശ്രദ്ധാപൂർവം കഴുകലും സുന്നത്താക്കപ്പെടുന്നതാണ്. വഹുവ, ഈ മൂക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ തന്നെ പറയുന്നുണ്ട്, അത് തർഫുൽ ഐനില്ലദീ യലിൽ അൻഫ, മൂക്കിനോട് അടുത്ത കണ്ണിന്റെ ഒരു തെല്ല് ആണ്. നമ്മൾ നോക്ക്, മൂക്ക്, ഈ മൂക്കിനോട് അടുത്ത കണ്ണിന്റെ കൺഭാഗം വരുന്നുണ്ടല്ലോ, ആ തെല്ലിന് എന്ത് പറയും? ആ ഭാഗത്തിന് എന്ത് പറയും? മൂക്ക്. അതാണ് പീളക്കുഴി എന്ന് പറയാറുള്ളത്. അതാണ് ഇപ്പൊ പറഞ്ഞത്. വലഹാദിൻ, ലഹാദ് എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കട എന്നൊക്കെ മലയാളത്തിൽ പറയും. ഇവിടെ ഇപ്പൊ അറബി തന്നെ എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്. വഹുവ, ഈ ലഹാദ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിന് വെച്ച അർത്ഥമാണ് കട, കണ്ണിന്റെ കട. വഹുവ, ഈ ലഹാദ് അത്തറഫുൽ ആഖറു, മറ്റേ തൊറഫാണ്. എന്ന് പറഞ്ഞാൽ നാം മൂക്ക് പറഞ്ഞല്ലോ, പീളക്കുഴി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ കുഴി അവിടുന്ന് നേരെ നേരെ അതിന്റെ അപ്പുറം ആ ഭാഗം, മറ്റേ തുറഫ്, ഒരു തുറഫ് പീളക്കുഴി എന്ന് പറഞ്ഞാൽ മൂക്കിനോട് അടുത്ത കുഴി, മറ്റേ ഭാഗം, ആ ഭാഗത്തിന് എന്ത് പറയാ? ലഹാദ്, കണ്ണിന്റെ കട എന്ന് പറയും. അത് സൂക്ഷിച്ചു കഴുകണം. എന്തുകൊണ്ടാണ് കഴുകേണ്ടത്? ബിസബ്ബാബതൈ ശിഖൈഹിമാ, ആ മൂക്കിന്റെയും അതുപോലെ ലഹാദിന്റെയും ഭാഗത്തുള്ള രണ്ട് ചൂണ്ടുവിരല് കൊണ്ട്. എന്ന് പറഞ്ഞാല് രണ്ട് കണ്ണാണല്ലോ ഇപ്പൊ മനുഷ്യനുള്ളത്. അപ്പോ ഈ ഓരോ കണ്ണിനും എന്തുണ്ടാകും? ഈ ലഹാദും മൂക്കുണ്ടാകും. അപ്പൊ ആ ഭാഗത്തുള്ളതെന്ന് പറഞ്ഞാൽ വലത്തെ കണ്ണിന്റെ ആ പീളക്കുഴിയും അതുപോലെ കടയും അത് കഴുകേണ്ടത് എന്തുകൊണ്ടാണ്? ആ വലത്തു ഭാഗത്തുള്ള ചൂണ്ടാണി വിരല് കൊണ്ട്. ഇടത്തെ കണ്ണിന്റെതോ അത് ഇടത്തെ കൈയുമുള്ള ചൂണ്ടാണി വിരല് കൊണ്ട്. അതാണ് ബിസബ്ബാബതൈ ശിഖൈഹിമാ. ഇത് അല്ലാത്ത മറ്റു ചില രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മുസന്നിഫി പറഞ്ഞു തന്നെ വളരെ വ്യക്തമാണ്. ഈ രൂപത്തിൽ അർത്ഥം വെച്ചാൽ ഇവിടെ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. വമഹല്ലു നദ്ബി തഅഹുദിഹിമാ, ഇവ രണ്ടും സൂക്ഷിച്ചു കഴുകൽ സുന്നത്താകുന്ന സ്ഥലം. സുന്നത്ത് എന്ന് പറഞ്ഞത് എപ്പോഴാണ്?
ഇദാ ലം യകുൻ ഫീഹിമാ റമസുൻ. ഈ രണ്ട് എന്ന് പറഞ്ഞാൽ പീളക്കുഴിയിലും അതുപോലെ ലഹാവ് അവിടെയും എന്ത് ഇല്ലെങ്കിലാണ്, ഉണ്ടായിട്ടില്ലെങ്കിലാണ്, ഇദാ ലം യകുൻ ഫീഹിമാ ആ മൂക്കിലും ലഹാദിലും ഉണ്ടായിട്ടില്ലെങ്കിലാണ് റമസുൻ എന്ന് പറഞ്ഞാൽ, റമസ് എന്ന് പറഞ്ഞാൽ പീള എന്നതിന് പറയും. പീള ഒരു വെളുത്ത രൂപത്തിലുള്ള, എല്ലാവർക്കും അറിയാലോ. ഈ പീള ഉറങ്ങി എണീക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ദീർഘമായി ഉറങ്ങിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അതല്ലെങ്കിൽ ചെങ്കണ്ണൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതാണ് റമസ്. അത് ഉണ്ടായിട്ടില്ലെങ്കിലാണ് സുന്നത്ത് എന്ന് പറഞ്ഞത്. ഇനി അങ്ങനത്തെ റംസ് യംനഉ ഉസൂലൽ മാഇ ഇലാ മഹല്ലിഹി, അതിന്റെ മഹല്ലിലേക്ക്, ആ റംസ് ഉള്ള ആ മഹല്ലിലേക്ക് വെള്ളം ചേരലിനെ വിലങ്ങുന്നതായ റംസ് ഉണ്ടായിട്ടില്ലെങ്കിലാണ്. വഇല്ല, അങ്ങനെയല്ലെങ്കിൽ അങ്ങനെ റംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഫതഅഹുദുഹുമാ വാജിബുൻ, അപ്പോൾ ഈ പീളക്കുഴിയെയും കടയെയും, കണ്ണിന്റെ കട എന്ന് പറയുന്ന ആ സ്ഥലവും സൂക്ഷിച്ചു കഴുകൽ, ശ്രദ്ധാപൂർവം കഴുകൽ വാജിബുൻ, അത് നിർബന്ധമാണ്. കമാഫിൽ മജ്മൂഇൽ ഉള്ളതുപോലെ അത് നിർബന്ധമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ ഇപ്പൊ ഈ ചില സ്ഥലങ്ങളിലൊക്കെ മുസന്നിഫ് ഇവിടെ കമാഫിൽ മജ്മൂഇൽ ഉള്ളതുപോലെ എന്ന് മുസന്നിഫ് റഹിമഹുള്ള പറയുന്നു. അതുപോലെ നേരത്തെ ഞാൻ മറന്നുപോയതാണ്, നേരത്തെ ഒരു സ്ഥലം വന്നല്ലേ വഇൻ സബ്ബ അലൈഹി ഗൈറുഹു, ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അതിനൊക്കെ ചില പോയിന്റുകളുണ്ട്. ഇവിടെ അങ്ങനെയാണെങ്കിലും ശരി എന്നൊക്കെ പറയുമ്പോൾ അത് ചില വാക്കുകളെ അതല്ലെങ്കിൽ ചില അഭിപ്രായങ്ങളെ ഗണ്ണിക്കുന്ന രൂപത്തിലാണ് ഈ പറയുന്നത്. നേരത്തെ വൈൻ സബ്ബ അലൈഹി ഗൈറുഹു എന്ന് പറഞ്ഞത് മഹാനായ റാഫി ഇമാമിന്റെ അടുക്കൽ എന്താണത് അഭിപ്രായം? അങ്ങനെ വേറെ ആള് ചൊരിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയല്ല, നേരെ മറ്റേ കാലാകുമ്പോൾ ഞെരിയാണി മുതൽക്കും, കൈയാകുമ്പോൾ അവന്റെ മുട്ട് മുതൽക്കുമാണ് തുടങ്ങേണ്ടത് എന്ന അഭിപ്രായം. ആ അഭിപ്രായത്തിനെ ഗണ്ണിച്ചുകൊണ്ടാണ് തന്റെ ഉസ്താദാവുന്ന മുഅ്തമദായ അഭിപ്രായം ഹാഫിദ് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല ഇവിടെ കമാഫിൽ മജ്മൂഇൽ ഉള്ളതുപോലെ എന്ന് പറയാനുള്ള കാരണം, മജ്മൂ എന്ന് പറഞ്ഞാൽ ആരതാ? മഹാനായ നബി ഇമാം റഹിമഹുല്ലാഹ്, മഹാനുഭാവന്റെ ഗ്രന്ഥാണ്. റൗള എന്ന് പറഞ്ഞ ഗ്രന്ഥവും ആരത് തന്നെയാണ്? മഹാനായ നബി ഇമാമിന്റെയാണ്. അപ്പോൾ നബി ഇമാമിന്റെ ഒരേ ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്തു? അഭിപ്രായ വ്യത്യാസം വന്നു. മജ്മൂഇലുള്ളത് എന്താണ്? അങ്ങനെയാണെങ്കിലും വാജിബില്ല എന്നാണ്. അല്ല, മജ്മൂഇലല്ല, റൗളയിലുള്ളത്. അപ്പൊ റൗളയിലുള്ളത് അല്ല, മജ്മൂഇലുള്ളതാണ് അവിടെ മുന്തിക്കേണ്ടത് എന്ന് ഇതിന്റെ ഒരു ഉസൂലുണ്ട്. ഇതിന്റെ ഇന്ന ഗ്രന്ഥങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരേ ഇമാമീങ്ങളുടെ പല ഗ്രന്ഥങ്ങളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തിയാൽ ഏത് മുന്തിക്കണം? ഇവിടെ ഇപ്പം മജ്മൂഇ നബി ഇമാമിന്റെ പല ഗ്രന്ഥങ്ങളും വ്യത്യസ്തമായ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ആദ്യമായിട്ട് മുന്തിക്കേണ്ട ഗ്രന്ഥം ഒന്ന് മജ്മൂ എന്ന് പറഞ്ഞാൽ മജ്മൂ റൗളയിലും ഖിലാഫ് വരുമ്പോൾ അവിടെ മുന്തിക്കേണ്ടത് ഏതാണ്? മജ്മൂ ആണ്. ആ നിലക്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതാണ് കമാഫിൽ മജ്മൂഇ. വലാ യുസന്നു, സുന്നത്താക്കപ്പെടുന്നതല്ല. ഗസ്ലു ബാത്തിനിൽ ഐനി, കണ്ണിന്റെ ഉൾഭാഗം കഴുകൽ സുന്നത്താക്കപ്പെടൂല. ബൽ, എന്നല്ല, ഖാല ബഅ്ദുഹും, ബഅ്ദു പറഞ്ഞിരിക്കുന്നു പണ്ഡിതന്മാരിൽ നിന്നും, യുക്റഹു ലിദ്ദററിന് വേണ്ടി അത് കറാഹത്താക്കപ്പെടുന്നതാണ്. അപ്പൊ കണ്ണിന്റെ ഉൾഭാഗമൊക്കെ ഇടങ്ങാറായിട്ട് വസ്വാസായിട്ട് കഴുകേണ്ട ആവശ്യം ഇല്ല. മാത്രമല്ല, അങ്ങനെ കഴുകൽ കറാഹത്താണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വഇന്നമാ യുഗ്സലു ഇദാ തനജ്ജസ. അപ്പൊ പിന്നെ അവിടെ ഒരു ചോദ്യം വരും, പിന്നെന്തുകൊണ്ടാണ് നജസായി കഴിഞ്ഞാൽ കഴുകുന്നത്? നജസായി കഴിഞ്ഞാൽ പിന്നെ എന്തിനു വേണ്ടിയാണ് കഴുകുന്നത്? അത് ലിഗിലി അംരിൻ നജാസതി, നജസിന്റെ കാര്യം അത് വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് നജസായി കഴിഞ്ഞാൽ കഴുകണം, പക്ഷേ അതല്ലാത്ത രൂപത്തിലൊന്നും കഴുകരുത്, അത് കറാഹത്താണെന്ന് ചില പണ്ഡിതന്മാർ പറയാനുള്ള കാരണം. ഇനി പറയുന്ന അടുത്ത സുന്നത്ത് വസ്തിഖ്ബാലുൽ ഖിബ്ലതി ഫീ കുല്ലി വുളൂഇഹി, അവന്റെ എല്ലാ വുളു എന്ന് പറഞ്ഞാൽ വുളു ചെയ്യുന്ന എല്ലാ സമയത്തും, വുളു ചെയ്യുമ്പോഴോ തുടങ്ങിയത് മുതലേക്ക് അവസാനിക്കുന്നത് വരെയും ഖിബ്ലക്ക് മുന്നിടലും സുന്നത്താക്കപ്പെടും. വതർക്കു തകല്ലുമിൻ ഫീ അസ്നാഇ വുളൂഇഹി ബിലാ ഹാജത്തിൻ ബിഗൈരി ദിക്രിൻ,
ദിക്റല്ലാത്തത് കൊണ്ട് ആവശ്യം കൂടാതെ വുളൂഇന്റെ ഇടയിൽ ഉപേക്ഷിക്കലും സുന്നത്താക്കപ്പെടും. വതർക്കു തകല്ലുമിൻ, സംസാരം ഉപേക്ഷിക്കലും സുന്നത്താക്കപ്പെടും. ഫീ അസ്നാഇ വുളൂഇഹി, അവന്റെ വുളൂഇന്റെ ഇടയിൽ ബിലാ ഹാജത്തിൻ, ആവശ്യം കൂടാതെ. അപ്പൊ ഇനി ചില ആവശ്യങ്ങളൊക്കെ വന്നു, ചില സമയത്ത് അംറും ബിൽ മഅറൂഫ് ചെയ്യേണ്ട ഒരവസ്ഥ വരുമ്പോ ഒരാളെ നൽകാര്യങ്ങളെ കൊണ്ട് ഒരാൾ ഇവിടുന്ന് വുളൂ ചെയ്യുന്നു, മറ്റൊരു തന്നെ അപ്പുറത്തു നിന്ന് വുളൂ ചെയ്യുന്നു. അപ്പുറത്തുനിന്ന് വുളൂ ചെയ്യുന്ന ആളെ വുളൂ സ്വഹിയാത്ത രൂപത്തിലാണ് അദ്ദേഹം ചെയ്യുന്നത് എങ്കിൽ അദ്ദേഹത്തെ ഉണർത്തുന്നതിന് വിരോധമില്ല, അത് സുന്നത്താണ്. മാത്രമല്ല അദ്ദേഹത്തിന് വുളൂ അറിയാത്ത എന്ന് പറഞ്ഞാൽ വുളൂ ബാത്തിലാകുന്ന രൂപത്തിലാണ് വുളൂ ചെയ്യുന്നതെങ്കിൽ അത് അറിയുന്ന ആള് പറഞ്ഞു കൊടുക്കൽ നിർബന്ധവും കൂടെയാണ്. അതുപോലെ തന്നെ ഇവൻ വുളൂ ചെയ്യാണ്. വുളൂ ചെയ്യുമ്പോഴാ ഒരു അന്ധനായ ഒരു വ്യക്തി അദ്ദേഹം വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഒരു കിണറിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു, രണ്ടടിയും കൂടി വെച്ചാൽ, അതല്ലെങ്കിൽ അദ്ദേഹം സംസാരത്തെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇദ്ദേഹം ആ കിണറിലേക്ക് വീഴും എന്നുണ്ടെങ്കിൽ അവിടെ സംസാരിക്കൽ നിർബന്ധമായൊരു സാഹചര്യം കൂടെയാണ് എന്ന് സാഹചര്യമായി ഉണർത്തുകയാണ്. അപ്പൊ ഇവിടെ ആവശ്യം കൂടാതെ, അതുപോലെ തന്നെ ബിഗൈരി ദിക്ർ, ദിക്ർ അല്ലാത്തത് കൊണ്ട്, അപ്പൊ ദിക്ർ ചെല്ലുന്നതിന് വിരോധമല്ല. വലാ യുക്റഹു സലാമുൻ അലൈഹി, വുളൂ ചെയ്യുന്നവന്റെ മേൽ സലാം പറയൽ കറാഹത്താക്കപ്പെടുന്നതല്ല. വലാ മിൻഹു, അവനിൽ നിന്ന് സലാം ഉണ്ടാവുന്നതും പ്രശ്നം ഇല്ല. എന്ന് പറഞ്ഞാൽ വുളൂ ചെയ്യുന്നവൻ മറ്റൊരാളെ കാണുമ്പോൾ സലാം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാലും വിരോധമില്ല. വലാ റദ്ദുഹു, ഇനി ആരെങ്കിലും സലാം പറഞ്ഞാൽ വുളൂ ചെയ്യുന്നവൻ സലാം അടക്കുന്നതിനും വിരോധം ഇല്ല. വിരോധമല്ല, കറാഹത്തില്ല എന്നാ പറഞ്ഞത്. നിയമം എന്താ? അതായത് മഹാനായ സക്കരിയ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഫത്വയിലുള്ളത് എന്താണെന്നറിയോ? വുളൂ ചെയ്യുന്ന ആളെ മേൽ സലാം പറയൽ സുന്നത്തുണ്ട്, അതുപോലെ തന്നെ വുളൂ ചെയ്യുന്നവൻ സലാം മടക്കൽ നിർബന്ധവും ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വതർക്കു തൻശീഫിൻ, ഇനി പറയുന്ന മറ്റൊരു സുന്നത്ത് എന്താണ്? തോത്തലിനെ എന്ന് പറഞ്ഞാൽ വുളൂ എടുത്തു കഴിഞ്ഞാൽ ആ വുളൂഇന്റെ ഇബാദത്തിന്റെ അസർ ഉള്ള വെള്ളം, ആ വെള്ളമൊക്കെ തുടച്ചു കളയുക, ആ കളയലിനെ ഉപേക്ഷിക്കലും സുന്നത്താക്കപ്പെടും. അതൊക്കെ ബിലാ ഉദ്രിൻ, കാരണം കൂടാതെ. ഒരാൾക്ക് വുളൂ ചെയ്ത അലർജിയാണ്, അല്ലെങ്കിൽ ഭയങ്കര തണുപ്പ്, ശൈത്യകാലഘട്ടത്തിലാണ്, വളരെ തണുപ്പാണ്, ആ സാഹചര്യത്തിലേക്ക് വരുമ്പോ അവിടെ തോർത്തുന്നതിനൊന്നും വിരോധമല്ല. പിന്നെന്താണ്? യാതൊരു പ്രതിബന്ധങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാത്തൊരു വ്യക്തി അത് അവന്റെ ഒരു സാധാരണ പ്രവർത്തനമായിട്ട് വുളൂ എടുത്താ തുടക്കുക എന്നുള്ള ഒരു കോലത്തിൽ അത് കറാഹത്താണ്, അവിടെ ഒഴിവാക്കുകയാണ് വേണ്ടത്. അതാണ് സുന്നത്ത്. ഇതൊക്കെ ഇത്തിബായി, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇത്തിബാ ഉണ്ടായതിനു വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രാവശ്യം വുളൂ ചെയ്തപ്പോ ആ വുളൂവിന്റെ വെള്ളം തോത്താൻ വേണ്ടി മിന്തിയിൽ കൊണ്ട് വന്നു കൊടുത്തപ്പോ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ശീലകഷ്ണം റസൂൽ, മിന്തിയിൽ എന്ന് പറഞ്ഞാൽ ശീലകഷ്ണം അന്നത്തെ കാലഘട്ടത്തിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയപ്പോ അത് സ്വീകരിച്ചില്ല, റസൂൽ തോർത്തിയതും ഇല്ല. ഇനി വശഹാദതാനി അഖിബഹു, വുളൂഇന്റെ ഉടനെയായിട്ട് 2 ഷഹാദത്ത് കലിമ പറയൽ സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു. ഐ അൽ വുളൂഇ, വുളൂഇന്റെ ഉടനെ, ബിഹൈതു ലാ യതൂലു ഫാസിലുൻ അൻഹു, ആ വുളൂഇനെ തൊട്ട് വിട്ടുപിരിക്കുന്ന ഒരു ദൈർഘ്യമായ വിട്ടുപിരിക്കൽ ഇല്ലാത്ത ഒരവസ്ഥയിലായിരിക്കണം. ഉറുഫൻ നിലക്ക് ഫയഖൂലു, അപ്പൊ അവൻ പറയണം മുസ്തഖ്ബിലൽ ഖിബ്ലതി, ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട്, റാഫിഅൻ യദൈഹി വബസറഹു, അവന്റെ കണ്ണും ഇരുകരങ്ങളും ഉയർത്തിയവനായിട്ട് ഇലസ്സമായി, ആകാശത്തിലേക്ക്, വലൗ അഅമ, അവൻ അന്ധനാണെങ്കിലും ശരി. കാരണം ആകാശത്തേക്ക് ഉയർത്തുക എന്ന് പറഞ്ഞ ആകാശം കാണാൻ വേണ്ടി നോക്കുക എന്നുള്ള അർത്ഥമല്ല. അവന്റെ തലയും അവന്റെ ഇരുകരങ്ങളും അതുപോലെ അവന്റെ കണ്ണും ആകാശത്തേക്ക് ഉയർത്തണം. ഇവിടെ കണ്ണ് ആകാശത്തേക്ക് ഉയർത്തുന്നത് അത് ആകാശത്തു നിന്ന് ഒരാളെ കാണാൻ വേണ്ടിയിട്ടല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ മുഖേന നമ്മോട് കൽപ്പിച്ചാൽ കൽപ്പന നിർവഹിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ വലൗ അഅമ, അവൻ അന്ധനാണെങ്കിലും ശരി. അങ്ങനെ വുളൂ കഴിഞ്ഞ ഉടനെയായിട്ട് 2 ഷഹാദത്ത് കലിമ ചൊല്ലണം. എന്താ ഷഹാദത്ത് കലിമ?
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന ഷഹാദത്ത് കലിമ ചൊല്ലൽ സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു. എന്ത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അഷ്ഹദു, ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു, അൻ കാര്യമാകുന്നത്, ലാ ഇലാഹ ഹക്കിനോട് യാഥാർത്ഥ്യത്തോട് ബന്ധിച്ചതായ സ്ഥിതിയിൽ ആരാധിക്കപ്പെടാൻ ഒരു അർഹനും ഇല്ല, ഒരു ഇലാഹും ഇല്ല, ഇല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ, വഹ്ദഹു അവനേകനാണ്, ലാ ശരീക ലഹു യാതൊരുവിധ പങ്കുകാരുമില്ല, വ അഷ്ഹദു ഞാൻ നാവ് കൊണ്ട്, വഅഷ്ഹദു ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു, അന്ന മുഹമ്മദൻ തീർച്ചയായിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അബ്ദുഹു അല്ലാഹുവിന്റെ അടിമയാണ്, വറസൂലുഹു അല്ലാഹുവിന്റെ പ്രവാചകനുമാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു. ഇത് എന്തിനു വേണ്ടി? എന്താണ് തെളിവ്? ലിമാ റവാ മുസ്ലിമുൻ അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ടായതിന് വേണ്ടി. എന്താണ് ഹദീസ്? മൻ തവല്ലഅ, വല്ലൊരുത്തനും വുദൂ ചെയ്താൽ, ഫഖാല എന്നിട്ട് അവൻ പറഞ്ഞാൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറഞ്ഞാൽ, ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നതി സമാനിയ, 8 സ്വർഗത്തിന്റെ കവാടങ്ങളും അവനിക്ക് തുറക്കപ്പെടുന്നതാണ്. യദ്ഖുലു മിൻ അയ്യിഹാ ശാഅ, അവൻ ഉദ്ദേശിച്ച ഏത് കവാടത്തിലൂടെയും അവന് പ്രവേശിക്കാൻ കഴിയും എന്ന് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ടായതിനു വേണ്ടി. എന്ത്? ഇങ്ങനെ വുളൂ എടുത്തു കഴിഞ്ഞാൽ ഉടനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന ഷഹാദത്ത് കലിമ, ഈ 2 ഷഹാദത്ത് ചൊല്ലുക. സാദ തിർമിദിയു, തിർമിദി ഇമാം കൂടുതലാക്കിയിട്ടുണ്ട്. എന്ത്? അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന എന്നും കൂടെ. അപ്പൊ അത്രേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന. ഇനിയോ വറവൽ ഹാക്കിമു, ഹാക്കിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വസഹഹഹു, അതിനെ ഹാക്കിം റളിയല്ലാഹു തആല അൻഹു അത് സ്വഹീഹായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ആ ഹദീസ്? മൻ തവല്ലഅ, വല്ലൊരുത്തനും വുദൂ ചെയ്താൽ, സുമ്മ ഖാല പിന്നീട് അവൻ പറഞ്ഞാൽ, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന് പറഞ്ഞാൽ എന്താണ്? സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന് പറഞ്ഞാൽ, കുതിബ ഫീ റഖ്ഖിൻ, ഒരു കട്ടിയില്ലാത്ത തോലിൽ അതിനെ എഴുതപ്പെടുന്നതാണ്. സുമ്മ തുബിഅ ബിതാബഇൻ, പിന്നെ ഒരു ഖത്മ് കൊണ്ട്, ഒരു സീല് കൊണ്ട് അത് സീല് വെക്കപ്പെടും. ഫലം യുക്സർ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ആ സീല് പൊട്ടിക്കപ്പെടുന്നതല്ല. ഐ ലം യതതറഖ് ഇലൈഹി ഇബ്താലുൻ, അതിനെ ബാത്തിലാക്കുന്ന ഒരു കാര്യവും അതിലേക്ക് ചെന്നു ചേരുന്നതല്ല. കമാ സഹ, സഹിഹായതുപോലെ, ഹത്താ യറാ സവാബഹുൽ അദീമ, അതിന്റെ വളരെയുള്ള വണ്ണമായ കൂലി അവൻ കാണുന്നത് വരെ എന്ന് മഹാനായ ഹാക്കിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടി എന്താണ് ഇതിന്റെ അർത്ഥം നമുക്ക് ചെറിയ നിലക്കൊന്ന് മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞ അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന, അല്ലാഹുവേ എന്നെ നീ ആക്കണം. ഈ ജഅൽനി എന്ന് പറഞ്ഞാൽ എന്നെ നീ ആക്കണം. മിനൽ തവ്വാബീന,
പാശ്ചാത്തപിക്കുന്നവരിൽ എന്നെ നീ പെടുത്താം റബ്ബേ. എപ്പോഴും നിന്നിലേക്ക് കേണപേക്ഷിക്കുന്ന തൗബ ചെയ്ത് മടങ്ങുന്ന സജ്ജനങ്ങളിൽ എന്നെ നീ ഉൾപ്പെടുത്തണം. സാധാരണക്കാർക്ക് വേണ്ടിയാണ്. ഇതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. എന്നാലും നമ്മൾ വുദൂഇന്റെ ശേഷം ചൊല്ലുന്ന ഒരു ദിക്റല്ലേ, ആ സമയത്ത് അതിന്റെ അർത്ഥമൊക്കെ അറിഞ്ഞിരിക്കൽ വളരെ നല്ലതാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ ഇജ്അൽനീ, എന്നെ നീ ആക്കണം റബ്ബേ, മിനത്തൗവാബീന, പാശ്ചാത്തപിച്ചു മടങ്ങുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. വജഅൽനീ, എന്നെ നീ ആക്കണം റഹ്മാനെ, മിനൽ മുതതഹിരീൻ, ശുദ്ധിയാക്കുന്ന ആളുകളിൽ, ശുദ്ധീകരിക്കുന്ന ആളുകളിൽ. എല്ലാ നിലക്കുള്ള ശുദ്ധീകരണവും ഇവിടെ ഉദ്ദേശിക്കുന്നത് കേവലം ഒരു ബാഹ്യമായ ശുദ്ധീകരണമല്ല, ആന്തരികവും അതുപോലെ തന്നെ ബാഹ്യവുമായ എല്ലാ നിലക്കുള്ള ശുദ്ധീകരണത്തിൽ ചെയ്യുന്ന ശുദ്ധിയുള്ള ഈമാനികമായ ശുദ്ധി, എല്ലാ നിലക്കുള്ള ശുദ്ധിയുമുള്ള ആളുകളിൽ എന്നെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. പിന്നീട് പറയുന്നത് സുബ്ഹാനക്കല്ലാഹുമ്മ, സുബ്ഹാനക്കല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ പരിശുദ്ധതയെ ഞാൻ വിശ്വസിക്കുന്നു, നിന്റെ പരിശുദ്ധതയെ ഞാൻ അംഗീകരിക്കുന്നു റബ്ബേ. സുബ്ഹാനക എന്ന് പറഞ്ഞാൽ അതൊരു മസ്ദറാണ്, അത് അലമുൽ ലിത്തസ്ബീഹാണ്, ജുഇല അലമൽ ലിത്തസ്ബീഹ് എന്നാണ്. തസ്ബീഹിന് വേണ്ടി അതിനെ വെക്കപ്പെട്ട ഒരു അലമാണ് സുബ്ഹാനക എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ അജയ്യമായ ദാത്തിനോട് യോജിക്കാത്ത എല്ലാ വിശേഷണങ്ങളെ തൊട്ടും റബ്ബേ നിന്നെ ഞാൻ പരിശുദ്ധതയെ, നിന്റെ പരിശുദ്ധതയെ ഞാൻ വിശ്വസിക്കുന്നു റബ്ബേ എന്നാണ് അതിന്റെ അർത്ഥം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക, അല്ലാഹ് നിന്നെ ഏത് സ്ഥിതിയിൽ, വബിഹംദിക നിന്നെ സ്തുതിക്കലോടുകൂടെ, അള്ളാഹുവിനെ സ്തുതിക്കലോടുകൂടെ. നാം സ്തുതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത ഒരുപാട് നിഅമത്തുകൾ, ആ നിഅമത്തുകൾ മുൻഇമായ ആ അള്ളാഹു, ആ ഗുണങ്ങൾ, ആ അനുഗ്രഹങ്ങളൊക്കെ ചെയ്ത അള്ളാഹു, ആ അള്ളാഹുവിനെ ബഹുമാന സൂചകമായിട്ട് നാം എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ എന്താണ്? ഹംദാണ്. അപ്പൊ നിന്നെ സ്തുതിക്കലോടുകൂടെ അഷ്ഹദു, വീണ്ടും അഷ്ഹദു, ഞാൻ നേരത്തെ അർത്ഥം പറഞ്ഞല്ലോ, ഇനി അർത്ഥം പറയേണ്ട ആവശ്യമില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ മറ്റൊരു ഇലാഹും ഇല്ല എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു. റബ്ബേ അസ്തഗ്ഫിറുക, നിന്നിലേക്ക് ഞാൻ പൊറുക്കലിനെ തേടുന്നു. അസ്തഗ്ഫിറുക എന്ന് പറഞ്ഞാൽ അത്ലുബു മിൻകൽ മഗ്ഫിറ, നിന്നിൽ നിന്നും മഗ്ഫിറത്ത്. എന്താ മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ എന്റെ ദോഷങ്ങൾ ദുനിയാവിൽ നീ മറച്ചു വെച്ചതുപോലെ മറക്കലിനെയും അതുപോലെ ആഖിറത്തിൽ അതിന്റെ ശിക്ഷയും നീ ഒഴിവാക്കിത്തരണം റബ്ബേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ പറയണം. അള്ളാഹുവിനോട് വുദൂ ചെയ്തതിന് ശേഷമാണ് ഈ ദുആ ചെയ്യുന്നത്. അത് മനസ്സറിഞ്ഞുകൊണ്ട്, യഥാർത്ഥത്തിൽ ഇതിന്റെ അർത്ഥം കൂടെ അറിഞ്ഞുകൊണ്ട് ചൊല്ലുമ്പോ അത് വളരെ പ്രതിഫലിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്തഗ്ഫിറുക എന്ന് പറഞ്ഞാൽ ഈ തൗബയും ഇസ്തിഗ്ഫാറും തമ്മിൽ വ്യത്യാസമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് അസ്തഗ്ഫിറുക എന്ന് പറഞ്ഞാൽ നിന്നോട് റബ്ബേ ഞാൻ മഗ്ഫിറത്തിന്, മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാല് ആ ദോഷം ദുനിയാവിൽ മറച്ചതുപോലെ ആഖിറത്തിൽ സൃഷ്ടികളുടെ ഇടയിൽ അത് പരസ്യമാക്കാതെ തന്നെ നീ അത് ഇല്ലാത്ത മാതിരി അങ്ങ് ആക്കിത്തരണം റഹ്മാനെ. ആ നിലക്കട് പുറത്തു തരണം എന്നാ. വഅതൂബുയിലേക്ക്, നിന്നിലേക്ക് പാശ്ചാത്തപിച്ചു മടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സംശയം ഉണ്ടാവും. ഇപ്പോ നമ്മളിപ്പോ യഥാർത്ഥത്തിൽ വുദൂ കഴിഞ്ഞതിന് ശേഷമേ പിന്നെ ഇവിടെ തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു തൗബയുടെ സാഹചര്യമോ തൗബയുടെ അവസ്ഥയൊന്നും അല്ലല്ലോ. പക്ഷെ അത് പറയുന്നത് ഒരു താഴ്മയോട് കൂടെയുള്ള ഒരു വാക്കാണ്. അതല്ലെങ്കിൽ അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ പാശ്ചാത്തപിച്ചു മടങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്റെ തൗബ, ഞാൻ ചെയ്തു പോയ തൗബകൾ നീ സ്വീകരിക്കണം. അല്ലെങ്കിൽ ഞാൻ തൗബ ചെയ്യുന്നു റബ്ബേ, യഥാർത്ഥത്തിൽ തൗബ ചെയ്യുന്നവനാണെങ്കിൽ. ഈ തൗബ ചെയ്യാത്തവൻ വാതൂബയിലേക്ക് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. എന്ത്? അതിന്റെ അർത്ഥം ഒരു താഴ്മയോട് കൂടെയുള്ള ഒരു വാക്കാണ്. റബ്ബേ ഞാൻ ദോഷിയാണ്. ഇതിപ്പോ ദോഷം ചെയ്യാത്ത ആളാണെങ്കിലും വാതൂബയിലേക്ക് എന്ന് പറയണം. അതിന്റെ പ്രശ്നമുള്ള കാര്യമില്ല. ദോഷം ചെയ്യൽ നിർബന്ധമൊന്നല്ല ഇപ്പൊ വാതൂബയിലേക്ക് എന്ന് പറയണമെങ്കിൽ. ദോഷം ചെയ്താലേ തൗബ ചെയ്യാൻ പറ്റൂ എന്നല്ല. തൗബയ്ക്ക് എപ്പോഴും എല്ലാ മനുഷ്യരും ചെയ്യേണ്ട കാര്യം തന്നെയാണ്. വഅതൂബു ഇലൈക്, റബ്ബേ നിന്നിലേക്ക് ഞാൻ പാശ്ചാത്തപിച്ചു മടങ്ങുന്നു, എന്റെ തൗബ നീ സ്വീകരിക്കണം റഹ്മാനെ. എന്നാൽ കുതിബ ഫീ റഖിൻ സുമ്മ തുബിഅ ബിതാബിൻ ഫലം യുക്സർ ഇലാ യൗമിൽ ഖിയാമ, അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ ചെല്ലുന്ന ദിക്ർ എങ്ങനെയാണ്? പിന്നെന്ത് ചെയ്യണം? പിന്നെ പറയുന്നു സുമ്മ യുസല്ലി വയുസല്ലിമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലി സയ്യിദിനാ മുഹമ്മദിൻ, പിന്നെ അള്ളാന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചെല്ലുക, അതും ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൊത്തം പല റിപ്പോർട്ടുകളിലായിട്ട് ആ വുളൂഇന്റെ ശേഷമുള്ള ദിക്ർ ദുആ നമ്മൾ പറഞ്ഞു. അത് പല റിപ്പോർട്ടുകളിലുമായിട്ടാണ്
പല റിപ്പോർട്ടുകളിലൂടെയായിട്ടാണ് അത് പൂർത്തീകരിക്കുന്നത്. ഒന്ന് ആദ്യം മുതൽക്ക് പറയാം. അതായത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു, നേരെ വുളൂ കഴിഞ്ഞ് ഉടനെ എന്ത് ചെയ്യണം? അവന്റെ കാലല്ല, അവന്റെ കൈയും അവന്റെ കണ്ണും ആകാശത്തേക്ക് ഉയർത്തുക. എന്നിട്ട് പറയുക, എന്തു പറയുക? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുത്തതഹിരീന. പിന്നെ അവിടെ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്ന് ചില റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ടാണ് നാം അതൊക്കെ പറയാറുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്തും സലാമും ചൊല്ലി അതവിടെ അവസാനിപ്പിക്കുക. ഇതാണ് ദുആ. ഈ ദുആ വുളൂഇന്റെ ശേഷം ചെയ്യല് വലിയ പുണ്യമുള്ള കാര്യമാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തുമ്പോൾ അതിന്റെ പ്രതിഫലങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ഇത്തിബാഅ് ചെയ്ത് അവിടുത്തെ ശഫാഅത്ത് ലഭിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.